1996 വരെ പേപ്പർ ട്രേഡ് ചെയ്തിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിലോട്ട് ഇന്ന് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിലും വെബ് ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണക്കാരായ NSE എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയായ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, one of the biggest depository limited in India, is coming with an IPO. ഈ വരുന്ന ജൂലൈ 30 തൊട്ട് ഓഗസ്റ്റ് 1 വരെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആയിട്ട് ഈ IPO വരുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു വാർത്ത മാർക്കറ്റ്സിൽ ഉണ്ട്. ഈ NSTL IPO വരുമ്പോൾ NSTL എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാണ് ഈ ഷെയർസ് വിൽക്കപ്പെടുന്നത്? IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, പബ്ലിക്കിന് വേണ്ടിയിട്ട് ഷെയർസുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. രണ്ട് രീതിയിലാണ് ഷെയർസുകൾ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഒരു കേസ് എന്ന് പറയുന്നത് പുതിയ ഷെയർസുകൾ മാർക്കറ്റിലോട്ട് ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഷെയർ മുഖാന്തരം പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന മണി ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രോസ്പെക്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ NSDL IPO വരുന്നത് ഒരു ന്യൂ ഓഫർ അല്ല, എന്നാൽ ഓഫർ ഫോർ സെയിൽ ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഓഫർ ഫോർ സെയിൽ? ഏകദേശം 20 കോടിയോളം ഉള്ള ഷെയർസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, HDFC ബാങ്ക്, യൂണിയൻ ബാങ്ക്, IDBI ബാങ്ക്, അതുപോലെ തന്നെ SUUTI എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ട്രസ്റ്റ്, ഇവരുടെ കയ്യിലാണ് മെജോറിറ്റി ഓഫ് ദ ഷെയർസ് നിൽക്കുന്നത്. ഏകദേശം 2 രൂപ ഫേസ് വാല്യൂ വരുന്ന NSDL ഷെയർസിന്റെ 20%, അതായത് 5 കോടിയോളമുള്ള ഈ ഷെയർസ് ഈ മേൽ പറഞ്ഞ ഈ എല്ലാ കമ്പനികളിലും കൂടി പബ്ലിക്കിന് സെല്ല് ചെയ്യപ്പെടുന്നു. അതാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഈ കമ്പനികളുടെ കയ്യിലുള്ള ഷെയർസ് അവർ പബ്ലിക്കിന് വിൽക്കുന്നു എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും നല്ല ഒരു കമ്പനി എന്തിനാണ് ഓൾറെഡി ഈ ഷെയർസ് ഇവർ വിൽക്കുന്നത് എന്നുള്ളത്. ആ വിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം സെബിയുടെ റെഗുലേഷൻ ആണ്. സെബി നിലനിർത്തിയിട്ടുള്ള മാർക്കറ്റ് റെഗുലേഷൻ പ്രകാരം ഒരു കമ്പനിക്ക് 1% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള റെഗുലേഷൻ റിക്വയർമെന്റ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ കമ്പനികളെല്ലാം കൂടി ചേർന്ന് അവരുടെ 1% ഓഫ് ഷെയർ മാർക്കറ്റ്സിലോട്ട് പബ്ലിക്കിന് വേണ്ടി അത് സെല്ല് ചെയ്യുന്നു. അതുവഴി ആ കമ്പനിയുടെ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, കമ്പനികൾ മാത്രമല്ല, പബ്ലിക്കും കൂടി അത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് സെബി ഇത്തരത്തിലുള്ള ഒരു റെഗുലേഷൻസ് ഏർപ്പെടുത്തിയതും ഇതുവഴി ഓഫർ ഫോർ സെല്ലിന് വേണ്ടിയിട്ട് ഈ ഷെയർസ് നമ്മുടെ മുന്നിലോട്ട് വരുന്നതും. ഡെഫിനറ്റ് ആയിട്ടും IPOക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ IPO ലിസ്റ്റിംഗ് ഗെയിൻ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. അതുപോലെ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്ന ആളുകൾ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 15 ആസ്പെക്ട്സുകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ഇന്ന് NSDL മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഒരേ ഒരു കമ്പനി മാത്രമാണ്, CDSL. ഇതുവരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ലിസ്റ്റഡ് കമ്പനിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CDSL എന്ന് പറയുന്ന ഒരേ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് മാത്രമുണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മുതൽ നമുക്ക് 2 കമ്പനികൾ 2 സൈഡിൽ വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് ഏറ്റവും മികച്ചു നിൽക്കുന്ന കമ്പനി, ഇതിൽ ഒരു കമ്പനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ 2 കമ്പനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് നമുക്ക് ടെക്നിക്കലി ഫണ്ടമെന്റലി ഈ കമ്പനിനെ എല്ലാ ആസ്പെക്ട്സുകളും, അതായത് ഹിസ്റ്ററി, ഇതിന്റെ സ്റ്റെബിലിറ്റി, ഇതിന്റെ ഫിനാൻഷ്യൽസ്, ഇതിന്റെ ടെക്നോളജിക്കൽ, ഇതുപോലെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്നുള്ളതാണ്. NSDL CDSLന്റെ സ്കോറിംഗ് ടേബിൾ ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. അതായത് 15 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് NSDLന് എങ്ങനെ നിൽക്കുന്നു, CDSLന് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. ഫിനാൻഷ്യൽസ് ഉണ്ട്, ഇതിൽ കമ്പനിയുടെ പെർഫോമൻസ് ഉണ്ട്, കമ്പനിയുടെ ഹിസ്റ്ററി ഉണ്ട്, കമ്പനിയുടെ ടെക്നോളജീസ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 15 പോയിന്റുകൾ നമ്മൾ 2 സൈഡിൽ വെച്ച് കമ്പയർ ചെയ്യാണ്. ഇത് കമ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇതിനൊരു സ്കോർ അസൈൻ ചെയ്യുന്നു. NSDL ആണ് മികച്ചതെങ്കിൽ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതെങ്കിൽ, ഏതാണോ ടോപ്പിൽ നിൽക്കുന്നത് അതിന് നമ്മൾ 3 പോയിന്റും, മീഡിയം ലെവലിൽ നിൽക്കുന്നതിന് മീഡിയം സ്കോർ ആയിട്ടുള്ള 2 പോയിന്റും, ഏറ്റവും പെർഫോമൻസ് കുറഞ്ഞു നിൽക്കുന്നതിന് നമ്മൾ 1 പോയിന്റും നമ്മൾ അസൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ 2 കമ്പനികളുടെ
നമ്മൾ അനലൈസ് ചെയ്യുന്ന പാരാമീറ്റർ ഈക്വൽ ആണെങ്കിൽ, അതിന്റെ പെർഫോമൻസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈ സ്കോർ ആയിട്ടുള്ള 1.5 അസൈൻ ചെയ്യുന്നു. സോ ഇതുവഴി നോക്കാം നമുക്ക് ഏത് കമ്പനി ആയിരിക്കും ഈ 15 പാരാമീറ്റേഴ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നതും അതുവഴി ഇതിൽ മികച്ചു നിൽക്കുന്നതും ഏതാന്നുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടേബിൾ ആർ കോളത്തിൽ കാണുന്നത് പോലെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് കാറ്റഗറി അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. എന്ത് പാരാമീറ്റർ ആണ് നമ്മൾ NSDL-നും CDSL-നും കമ്പയർ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഏതാണ് ഇതിൽ ബെറ്റർ കമ്പനി ആയിട്ട് നിൽക്കുന്നത്. മൂന്നാമത്തെ കോളത്തിൽ വരുന്നത് NSDL-ന് ലഭിക്കുന്ന സ്കോർ. നാലാമത്തെ കോളത്തിൽ വരുന്നത് CDSL-ന് ലഭിക്കുന്ന സ്കോർ. ആദ്യത്തെ പാരാമീറ്റർ നോക്കാം, കമ്പനി ഹിസ്റ്ററി ആൻഡ് സ്റ്റെബിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. NSDL എസ്റ്റാബ്ലിഷ് ചെയ്തത് 1996-ലാണ്. NSC ആണ് അതിനെ ബാക്ക് ചെയ്യുന്നത്. എന്നാൽ CDSL എസ്റ്റാബ്ലിഷ് ചെയ്തത് 1999-ലാണ്. BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അതിനെ ബാക്ക് ചെയ്യുന്നത്. വളരെ ക്ലിയർ ആണ്, രണ്ട് കമ്പനിയും കമ്പനി ഹിസ്റ്ററി പോയിന്റ് ഓഫ് വ്യൂല്, സ്റ്റെബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂല് ടൈ സ്കോർ ആണ്. രണ്ടും മികച്ചതാണ്. സോ 1.5 NSDL-ന്റെ സ്കോറും 1.5 CDSL-ന്റെ സ്കോറും നമ്മൾ റേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റിലോട്ട് നമ്മൾ കിടക്കുന്നു. ആക്റ്റീവ് ഡിമാറ്റ് അക്കൗണ്ടുകൾ. NSDL-ന് 4 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ട്. എന്നാൽ CDSL-ന് 11.6 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ട്. സോ കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നതും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും CDSL തന്നെയാണ്. കാരണം CDSL ഇത്രയും കൂടുതൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് CDSL-ന്റെ സ്കോർ ഹൈ സ്കോർ 3 എന്ന് പറയുന്ന സ്കോർ നമ്മൾ CDSL-ന് കൊടുക്കുന്നു. NSDL-ന് 1 സ്കോർ കൊടുക്കുന്നു. ക്ലിയർ വിന്നർ CDSL ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, അസറ്റ് അണ്ടർ കസ്റ്റഡി. എത്ര ക്രോർ ആണ് ഈ കമ്പനികൾ കസ്റ്റഡിയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. NSDL 470 lakh ക്രോർ ഹോൾഡ് ചെയ്യുന്നു. CDSL 72 lakh സ്കോർ. വളരെ ക്ലിയർ ആയിട്ട് NSDL ഇസ് ദ ക്ലിയർ വിന്നർ. സോ NSDL-ന് 3 പോയിന്റും NSDL അപേക്ഷിക്കുമ്പോൾ CDSL വളരെ ബാക്കിലാണ്. അതുകൊണ്ട് CDSL-ന് 1 പോയിന്റുമാണ് ഈ കേസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നാലാമത്തെ പോയിന്റ്, ആവറേജ് കോസ്റ്റ് പെർ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണ് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 2 ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും. CDSL 5 ലക്ഷമാണ് ആവറേജ് ഒരു അക്കൗണ്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ വരുന്നത്. NSDL ആകുമ്പോൾ 1.25. വളരെ ക്ലിയർ ആണ്. 5 lakhs-ഉം 1.25 crore എന്ന് പറയുമ്പോൾ 1.25 crore വളരെ മുകളിലാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. സോ NSDL ആണ് ഇവിടെ ക്ലിയർ വിന്നർ. NSDL-ന് 3 പോയിന്റും CDSL-ന് 1 പോയിന്റുമാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് മാർക്കറ്റ് ഷെയർ. NSDL-ന് 25% മാർക്കറ്റ് ഷെയർ ഉള്ളൂ. എന്നാൽ CDSL-ന് 72% ഉണ്ട്. NSDL-നെ അപേക്ഷിക്കുമ്പോൾ 3 ഇരട്ടിയോളം അധികം ഉണ്ട് എന്നുള്ളതാണ്. സോ CDSL-ന് 2 പോയിന്റും ഇതിന് 1 പോയിന്റുമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഷെയർ കൂടാൻ കാരണം ഡെഫിനറ്റ്ലി റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്നതുകൊണ്ടാണ്. അതൊരു ടോപ്പ് സ്കോറിലോട്ട് വരുന്നില്ല. മീഡിയം സ്കോർ ആയിട്ടുള്ള 2 ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി മാർക്കറ്റ് ഷെയർ വരുന്നു. മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള അസറ്റ് അണ്ടർ കസ്റ്റഡി, അതാണ് AUC എന്ന് പറയുന്നത്. ആ അസറ്റ് അണ്ടർ കസ്റ്റഡിയിൽ വരുന്ന മാർക്കറ്റ് ഷെയർ അക്കൗണ്ടിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ NSDL 25-ഉം CDSL 72-ഉം പറഞ്ഞത്. അക്കൗണ്ട്സ് കൂടാൻ കാരണം എന്താ? ഡെഫിനറ്റ് ആയിട്ടും റീറ്റെയിലേഴ്സിന്റെ നമ്പർ കൂടുന്നതുകൊണ്ടാണ്. സോ അതൊരു ഒരു ഹൈ പോയിന്റിക്ക് നമുക്ക് CDSL ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു മീഡിയം ലെവലിലാണ്. കാരണം റീറ്റെയിലേഴ്സിന്റെ കയ്യിലുള്ള പണവും ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിലുള്ള പണം തമ്മിൽ വ്യത്യാസമുണ്ട്. സോ റീറ്റെയിലേഴ്സ് കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കുന്നു. പക്ഷെ ഓരോ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 5 lakhs ആണ്. പക്ഷേ NSDL വരുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, HNI കാറ്റഗറി, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അക്കൗണ്ടിന്റെ എണ്ണം കുറവായിരിക്കും, പക്ഷെ നെറ്റ്വർത്ത് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. മാർക്കറ്റ് ഷെയറിലോട്ട് വരുമ്പോൾ NSDL 85% ഹോൾഡ് ചെയ്യുന്നു. CDSL 15% ഹോൾഡ് ചെയ്യുന്നു. ക്ലിയർ വിന്നർ ആണ് NSDL എന്ന് പറയുന്നത്. 3 പോയിന്റ്. CDSL-ന് 1 പോയിന്റ്. ഇനി പ്രോഫിറ്റ് മാർജിൻ. NSDL-ന് 20-23% ഉള്ളൂ പ്രോഫിറ്റ് മാർജിൻ വരുന്നത്. CDSL-ന് 44-52% വരുന്നുണ്ട്. CDSL ഇതിൽ ക്ലിയർ വിന്നർ ആണ്. 3 പോയിന്റ്സ്. റവന്യൂ ഗ്രോത്ത്. ഫിനാൻഷ്യൽ ഇയർ 2023 തൊട്ട് 24 വരെ ഉള്ള കാലയളവിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ റവന്യൂ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ
NSDLന് 24%, CDSLന് 46%. CDSL ക്ലിയർ വിന്നറാണ് ഈ കേസിൽ, 3 points CDSLനും NSDLന് 1 point. IPO വാല്യുവേഷൻ, ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് വാല്യുവേഷൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ വാല്യുവേഷനെ കുറിച്ച് പല സമയങ്ങളിലായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. NSDLന്റെ വാല്യുവേഷൻ 47 ടൈംസ് ആണെങ്കിൽ CDSLന്റെ വാല്യുവേഷൻ 68 ടൈംസ് ആണ്. സോ വാല്യുവേഷൻ ഏതാണോ കുറവ് അതാണ് ഏറ്റവും മികച്ചത്. സോ NSDLന്റെ വാല്യുവേഷൻ ആണ് കുറവ്. സോ NSDL ക്ലിയർ വിന്നർ ആണ്, 3 points ഹിയർ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ റീച്ച്, കൂടുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് CDSLനാണ്. CDSLന് സ്ട്രോങ് റീറ്റെയിൽ ബേസ് ഉണ്ട്. നമുക്കെല്ലാം CDSL നിന്ന് ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് വളരെ കോമൺ ആയിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്, ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും സെൽ ചെയ്യുന്ന സമയത്തും. NSDL ആണെങ്കിൽ മോഡറേറ്റ് പെനിട്രേഷനേ ഉള്ളൂ, കാരണം കൂടുതൽ വരുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ. സോ CDSL ഈ കേസിൽ 3 points, ഹൈ സ്ട്രോങ് ബേസ് ഉണ്ടായതുകൊണ്ട് NSDL കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്, തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മീഡിയം സ്കോർ NSDLന് കൊടുക്കുന്നത്. നമ്പർ 2, ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രെങ്ത്. ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ NSDL ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ക്ലിയർ വിന്നർ. കാരണം ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കൗണ്ട്സ് ഹോൾഡ് ചെയ്യുന്നത് ത്രൂ NSDL ആണ്. 3 points ഉണ്ട്. CDSL അത് വളരെ കുറവാണ്, കൂടുതൽ റീറ്റെയിലേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്പർ 1 ഉള്ളൂ CDSLന്. ഇനി ടെക്നോളജിക്കൽ ആൻഡ് ഇന്നോവേഷൻസ്. ഓഫ് കോഴ്സ് നമുക്കറിയാം CDSL ആണ് കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്, കൂടുതൽ ഡിമാറ്റ്സ് അക്കൗണ്ടുകളിൽ. ബിക്കോസ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് CDSLന്റെ ബിസിനസ് റൺ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ടെക്നോളജിക്കലി ഫിൻടെക് ഫോക്കസ് ഏറ്റവും കൂടുതലുള്ള CDSL ആയതുകൊണ്ട് നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇപ്പോഴും ടെക്നോളജിക്കലി ടോപ്പ് ലെവലിലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. CDSL ECS ഒക്കെ പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഷെയറിന്റെ ട്രാൻസ്ഫർ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് മറ്റ് ഡിമാറ്റ് അക്കൗണ്ടുകളിലോട്ട് നമുക്ക് ഓൺലൈൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് 2 ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, വേറെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ CDSLന്റെ ECS എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് എല്ലാ ഹോൾഡിംഗ്സും മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് മാറ്റുകയും 48 മണിക്കൂറിനകത്ത് നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിലനിർത്താൻ സാധിക്കുന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഒത്തിരി ഇനിയും കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ CDSLന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മീഡിയം കൊടുക്കുന്നത്. NSDL അത് കമ്പയർ ചെയ്യുമ്പോൾ അത്ര കണ്ട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് അല്ല. ഇപ്പോഴും NSDL ഫോളോ ചെയ്യുന്നത് ലെഗസി സിസ്റ്റം ആണ്. ലെഗസി എന്ന് പറഞ്ഞാൽ ഓൾഡ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് 1 സ്കോർ കൊടുക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. NSDLന്റെ ടാക്സ് കഴിഞ്ഞു വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 275 crore ആണ്. എന്നാൽ CDSLന്റെ അത് വരുന്നത് 470 crore ആണ് in the financial year 2024. So CDSL is a clear winner here. So CDSL has 3 points and NSDL has 1 point. 14th point, growth opportunity. എവിടെയാണ് വളർച്ച, ഏത് കമ്പനികളാണ് വളരുന്നത്? IPOക്ക് NSDL വരുന്നു, CDSL ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പൊ NSDL എടുത്താലും CDSL എടുത്താലും ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് കുതിക്കുന്നതോടൊപ്പം ഈ 2 കമ്പനികൾക്കും ഈക്വൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് 1.5 എന്ന സ്കോർ കൊടുക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, റിസ്ക്. ഏതൊരു കമ്പനിയുടെയും ഏതൊരു ബിസിനസ്സിനും അതിൻ്റെതായ റിസ്ക് കാര്യങ്ങളുണ്ട്. എന്താണ് ഇവിടുത്തെ റിസ്ക്? ത്രെട്ട്. 2 പേരും ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന സമയത്ത് കോമ്പറ്റീഷൻസ് ടഫ് ആയിരിക്കും. ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് CDSL ആണ്. അതിൽ നിന്ന് മാറി CDSL ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ NSDL കൂടി വരുന്നു. സോ CDSL മാത്രം ഒരു കുത്തക ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പൊ NSDL കൂടി ഒരു പാർട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു റിസ്ക് 2 പേർക്കും അവിടെ ഈക്വൽ ആണ്. ഏതിലാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നത്, പാർട്ടിസിപ്പേഷൻസ് വരുന്നത്? റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ CDSLന്റെ ബിസിനസ് വളരുകയും അതുവഴി CDSLന്റെ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ HNI കാറ്റഗറി ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫ്ലോ കൂടുതൽ വരുന്ന സമയത്ത് NSDLന് അത് കൂടുതൽ ബെനിഫിറ്റ് ആണ്. സോ 2 കേസിൽ എടുത്തു കഴിഞ്ഞാലും 2 പേർക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. കസ്റ്റമേഴ്സിനെ ഹോൾഡ് ചെയ്യണമെന്നുള്ള ഒരു റിസ്ക് 2 കമ്പനിക്കും ഈക്വൽ ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതിന്റെ ടൈ സ്കോർ ആണ് ഞാൻ റിസ്ക് ആൻഡ് ത്രെറ്റ്സിന് കൊടുത്തിട്ടുള്ളത്. സോ പ്രധാനപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽസ് നമ്മൾ കമ്പയർ ചെയ്തു, ടെക്നോളജിക്കൽ കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്തു, എങ്ങനെയാണ് കമ്പനിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റെബിലിറ്റി
മുതലായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 പോയിന്റുകൾ നമ്മൾ കമ്പയർ ചെയ്തു. ഇതിൽ നിന്നും നമ്മൾ സ്കോറുകൾ കൊടുത്തു. ഹൈ സ്കോർ, മീഡിയം സ്കോർ, ലോ സ്കോർ, ടൈ സ്കോർ നമ്മൾ കൊടുത്തു. ആരാണ് ഇതിലെ വിന്നർ? ഡെഫിനറ്റ്ലി നമ്മൾ കാത്തിരിക്കുന്നതും ആ വിന്നർ അറിയാനാണ്. NSDL ആണോ CDSL ആണോ ഏറ്റവും കൂടുതൽ പോയിന്റ് ഇതിൽ നേടിയെന്നുള്ള വളരെ ക്ലിയർ ആണ്. NSDLന് 27.5 സ്കോറാണ് കിട്ടിയത്. CDSLന് 28.5. ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ NSDLും CDSLും. NSDLും CDSLും രണ്ടും മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒന്നിന് ഒന്ന് കമ്പയറബിൾ ആണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള ഹിസ്റ്ററി, ഇതുവരെയുള്ള 15 ടെക്നിക്കൽ ആസ്പെക്ട്സ് കമ്പയർ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. NSDLന്റെ IPO അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ടും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടിന്റെ സപ്പോർട്ട് നിർബന്ധമാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്ടീവിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വാട്സപ്പ് സപ്പോർട്ടിൽ കണക്ട് ചെയ്യാനുമുള്ള വാട്സപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഈ ടാബുലാർ കോളം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം. ടെലഗ്രാം ചാനലിന്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. IPOക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിസ്റ്റിംഗ് ഗെയിൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറഞ്ഞു വരുന്നത് മോസ്റ്റ് ഓഫ് ദ കേസസിൽ 2 കാര്യങ്ങളാണ് ലിസ്റ്റിംഗ് ഗെയിൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്, മാർക്കറ്റ്സിൽ ഓവറോൾ നിൽക്കുന്ന ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ ജനങ്ങൾ അവയർനെസ് ആകുകയും കൂടുതലായിട്ട് ഓവർ സബ്സ്ക്രിപ്ഷൻ വരികയും അതുവഴി നമുക്ക് ലിസ്റ്റിംഗ് ഗെയിൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, ലിസ്റ്റിംഗ് ഗെയിൻ അപ്പുറത്തോട്ട് ഈ കമ്പനിയുടെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് വളരെ നിർബന്ധമാണ്. ഇത് ഇല്ല എങ്കിൽ കമ്പനിക്ക് തുടർന്ന് അവിടെ നിന്ന് അങ്ങോട്ടൊരു വളർച്ച കിട്ടുവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. വളരെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ മുന്നോട്ട് വന്നിട്ടുള്ള ഒല ഇലക്ട്രിക്കൽസിന്റെ IPO. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്ന IPO ലിസ്റ്റ് ചെയ്തതിനു ശേഷം 100 രൂപക്ക് മേലെ ലിസ്റ്റിംഗ് ഗെയിൻ കൊടുത്തിട്ടുള്ള ഈ കമ്പനി അവിടെ നിന്ന് തുടർച്ചയായി ഒരിക്കൽ പോലും ഉയരാൻ സാധിക്കാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഷെയർസ് ഫാൾ ചെയ്തു എന്നുള്ളതാണ്. സോ ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഏറ്റവും മികച്ചതായിരിക്കണം. ആ ഫിനാൻഷ്യൽസിന് കൊടുക്കുന്ന വാല്യൂ ആണ് അതിന്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത്. സോ NSDLന്റെ ഇത്രയും പെർസ്പെക്റ്റീവ് നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി NSDL ഈസ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. CDSLുമായിട്ട് കമ്പയറബിൾ ആണ്. ജസ്റ്റ് ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഡെഫിനറ്റ് ആയിട്ടും NSDLും CDSLും നമുക്ക് 2 സൈഡിലിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും മികച്ചതാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലായിരിക്കും നമുക്ക് എത്തിച്ചേരേണ്ടി വരുന്നത്. സോ എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഒരു ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൽ നമ്മുടെ ഷെയർസുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം നല്ല ഒരു സജഷൻ ആയിട്ട് 2 പാർട്ടിസിപ്പൻസിലും കൂടി നമ്മുടെ ഷെയർസുകൾ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു മികച്ച ഓപ്ഷൻ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ടും IPOക്ക് അപ്ലൈ ചെയ്യണോ, ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ബെറ്റ് ആയിട്ട് എടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതുവഴി എന്താണ് NSDL നടക്കുന്നത്, CDSL എങ്ങനെയാണ്, ഇതിന്റെ ഒരു കമ്പാരിസൺ എന്നുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇതുവഴി നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വരും ദിവസങ്ങളിൽ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.